നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇച്ചിരി ഒച്ചയടഞ്ഞുള്ള വ്ളോഗാണ്. രണ്ടുപേർക്കും നല്ല ജലദോഷവും ഒച്ചയടപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്ന് ചട്ടിയും കത്തിയും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം അല്ലേ. പുതിയ കത്തിയുടെ ഉദ്ഘാടനമാണ്. അതെ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കത്തിയാണ്. എത്ര? 415. ഒരു 3 സെറ്റ് കത്തി നമുക്ക് കിട്ടിയതാണ്. നല്ല അല്ലേ, സൂപ്പർ അല്ലേ. ചിക്കെന്ന് മുറിയുന്നുണ്ട് അല്ലേ. പച്ചക്കറി അരി നടക്കുന്നത്. അതെ, ഈ മീറ്റ് മാത്രം അരിയാണ് ഇതുകൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് എൻ്റെ ചുമയായിരിക്കും. ഇടയ്ക്ക് ചേട്ടയുടെ ചുമയും വരും. ഇന്ന് ഇറച്ചിയും എല്ലും വെച്ചുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ എല്ലും ബീഫും കൂടെ ഇതാ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള നമ്മുടെ എന്തൊക്കെയാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ പൊടികളെല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതെല്ലാമാണ്. പിന്നെ നമ്മുടെ കടുകും ഇവിടെ റെഡിയാണ്. ചേട്ടാ ഇവിടെ തീ പിടിപ്പിക്കുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. അതെ, തീ കത്താൻ ഒരുപാട്. ഇപ്പം മഞ്ഞാണ് കത്തുന്നത്, കുറച്ച് ശരിയാവുമായിരിക്കും അല്ലേ. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ചേട്ടാ അതിലോട്ട് കടുക് ഇടാൻ വേണ്ടി പോവുകയാണ്. കറിവേപ്പിലിട്ടു, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള. സവാള ഇത്തിരി കുറവാണോ? സവാള കുറവൊന്നുമില്ല, ചൂടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സാധനങ്ങളൊക്കെ വഴന്ന് വന്നു. അതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. ഇനിയാണ് നല്ല ഇളക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ചട്ടിയിലോട്ടിട്ട് ചട്ടി ചേർന്നാണോ? അല്ലെന്നോ അല്ലേ, വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അല്ലേ. ഈ ചട്ടിയായി പോയോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഒരു കഷ്ണം താഴെ പോയി ഗൈസ്. അതെ, ഗൈസ് മൊത്തം പ്രശ്നമാണ് ഗൈസ്. അതെ, സാരമില്ല. ആ, ഒരു കഷ്ണം നിങ്ങൾക്ക് കുറച്ച് തരുള്ളൂ. വെള്ളം കൂടെ ഒഴിക്കാം. ഇവന് അടച്ചും കൂടെ അങ്ങ് വെച്ചാൽ ഇവന് ഇവിടെ ഇരുന്നങ്ങ് വേവട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് ചേമ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചേമ്പ് ഇതാ നമ്മുടെ മുറത്തിലിരുന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. ചേട്ടാ ഇതാ അയാൾ പോയി. നല്ലൊരു മോഡലായിരുന്നു അല്ലേ. നമ്മൾ ചേമ്പ് മാത്രമല്ല നമുക്കുള്ളത്, ചേമ്പും കപ്പയുമുണ്ട്. എല്ലും ഇറച്ചി, കപ്പയും ചേമ്പും ഉണ്ടാവും. ഒന്നിച്ച് മിക്സ് അല്ല കേട്ടോ, രണ്ടായിട്ടാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം ഞങ്ങൾ കപ്പയും ഈ ചേമ്പും ഒക്കെ കൂടെ കപ്പയും ചേമ്പും ഒന്നിച്ചിട്ട് വേവിക്കും. എല്ലും ബീഫും ഒന്നിച്ചിട്ട് ഇറച്ചിയും കൂടെ ഒന്നിച്ചിട്ട് വേവിക്കും. കഴിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ? എന്തായാലും ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ട് പോവാം. ഞാനും കൂടെ ഒന്ന് ചേരട്ടെ. അപ്പം നമ്മുടെ എല്ല് വെന്തോന്ന് നോക്കാം. എല്ലും ബീഫും ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റാ. എൻ്റെ ടേസ്റ്റർമാർ നോക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്,
ഉപ്പുണ്ടോ മുളകുണ്ടോ? പൊളിയാ? ഞാനല്ലേ വെച്ചത്, പിന്നെ മോശം വരുമോ? ഞാനല്ലേ കൂടെ നിന്നത്, പിന്നെ മോശം വരുമോ? അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. അത് വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് വാങ്ങി ബാക്കി പെട്ടെന്ന് നോക്കാം അല്ലേ? ഓക്കെ, പിന്നെ വാങ്ങി. പുതിയ ചട്ടിയാണ് ഇത്, പുതിയ കാണാത്ത ചട്ടി. അതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചട്ടിയൊക്കെ പുറത്ത് വരുന്നത് അല്ലേ? ഞാൻ പലഹാരം ഒളിപ്പിച്ച് വെക്കാറില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരൂലേ? അതേപോലെ ആയിരിക്കും. കപ്പലിന്റെ പരിപ്പ് മൊത്തം പുറത്തു വന്നില്ലേ? കപ്പലണ്ടി പരിപ്പ് ഞാൻ വേറെ പാത്രത്തിൽ വെക്കും മനുഷ്യ. പിന്നെ നീ കാണാത്തത് ഞാൻ വെക്കും, നോക്കിക്കോ. അപ്പം നമുക്ക് ഈ തവി എടുത്തോടെ കുഞ്ഞുസേ. അപ്പം നമ്മുടെ റിങ് റെഡി. പൊളി. നമ്മുടെ കപ്പയും ചേമ്പും എന്താ ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളയാം. ഈ വെള്ളം ഊറ്റി നമ്മുടെ കൺമണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഊറ്റുന്നത്. കപ്പയും ചേമ്പും വേവാറായി, അതിന് മുളക് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള തേങ്ങയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പച്ചമുളക്, ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ആദ്യം കറിവേപ്പില. അത് മതി അരച്ചേർക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കും. അതിനുശേഷം നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് കിറുകിറ വെച്ചാൽ നമ്മൾ ഇതിനുള്ള മുളക് റെഡിയാണ്. വെള്ളം ഊറ്റിക്കൊണ്ട് വന്ന കപ്പയും ചേമ്പും കൂടെ വേവിച്ചതിലോട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, ആ അരപ്പും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണ്? ഇതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന് അതിൻ്റെ പുറത്തിട്ട് വരാം, പിന്നെ വേറെ ഞാൻ കാണിച്ചു തരാം. ഈ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകുമല്ലോ അല്ലേ? ഇപ്പം മാങ്ങയില്ലാത്ത സീസണാണ്, വേറെ എന്തെങ്കിലും നോക്കാം. മാങ്ങയില്ലാത്ത സീസണായിട്ട് നിന്ന് മേടിക്കുള്ളൂ. കമ്പ് കണ്ടോ ഗൈസ്? കപ്പ വാങ്ങാൻ വേണ്ടി പോവാണ്. കപ്പയും ചേമ്പും. ഓ, അപ്പം ഇതിന് വേണ്ടിയായിരുന്നോ ഈ തടി കൊണ്ട് ഇളക്കുന്നതിൻ്റെ ഡിഫറൻസ് എന്നാ? തടി മീൻസ് ഈ കമ്പും കൊണ്ട്. കമ്പ് പണ്ട് കാലം പോലെ ഇതേപോലെ ഇച്ചിരി 1 കിലോ കപ്പയൊന്നും അല്ല ഉപയോഗിക്കുന്നത്. വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പം വലിയ ഇതിൻ്റെ അകത്തല്ല ഉപയോഗിക്കുന്നത്. അന്നേരം ഇളക്കാൻ വേണ്ടിയിട്ട് കുഴയ്ക്കാം. വേറെ കൊണ്ടാ കുഴക്കണ്ടേ? ഇപ്പം നമ്മൾ തവി എടുത്തല്ല കുഴക്കുന്നത്. എന്നാലും ഇത്ര ഇതൊന്നും അല്ല, ഇതിൻ്റെ 4 ഇരട്ടി കപ്പയില്ലേ, ഇളക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനല്ലേ? ഈ തവിയും കൊണ്ട് ഇളക്കുന്നതിലും ഈസി ആയിട്ട് ഇതാണോ പറ്റുന്നത്? ഈസി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടെങ്കിൽ ഇത് വേണം. തവി ഇട്ട് ഞാൻ തവി കൊണ്ട് നീങ്ങുമല്ലോ. ഇപ്പം വള്ളം തുഴയുന്ന പോലെ അതല്ല, കപ്പ ഇളക്കാൻ ഈസി ആയിരിക്കും. കുഴഞ്ഞു വരുന്നുണ്ട് കപ്പയും ചേമ്പും. അപ്പം നമ്മുടെ എന്താണ് കപ്പയും ചേമ്പും കൂടെ വിളമ്പുവാണ്. നമ്മൾ 5 പേർക്ക് ഉള്ള 5 പ്ലേറ്റ് നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ ഈ ചേമ്പും കപ്പയും കൂടെ വേവിച്ചതിലോട്ട് നമ്മുടെ എല്ലും ബീഫും കൂടെ കറി വെച്ചത് ഇങ്ങനെ അങ്ങ് ഒഴിക്കണം. ഇങ്ങനെ മുകളിലോട്ട് കുറച്ച് ചാറ് കൂട്ടി അങ്ങ് ഒഴിക്കണം. ആഹാ, പൊളിയല്ലേ? എന്നിട്ട് ഇതിങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇച്ചിരി ഇങ്ങ് എടുക്കണം. നല്ല ചൂടുണ്ട്, ചൂട് നോക്കിയെടുക്കുക. നന്നായിട്ട് കുഴച്ചത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റിച്ച് ഒരു കഷ്ണം കൂടി എടുക്കണം. പക്ഷേ നല്ല ചൂടാണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കണം. സൂപ്പർ, പൊളി. എങ്ങനെയുണ്ട്? ഉണ്ടാക്കിയ ആള് മോശം പറയാൻ പറ്റുമല്ലോ. അതെ, പൊളിയല്ലേ? അപ്പം നമുക്ക് ഇത് മൊത്തം കഴിച്ചു തീർക്കാം.